ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സ് പോർഷൻ തന്നെയാണ്. മാത്സ് പോർഷനിലെ പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ എന്ന സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ പ്ലേസ് വാല്യൂ എന്താണെന്ന് നോക്കാം. എന്താണ് പ്ലേസ് വാല്യൂ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്ലേസ് വാല്യൂ ഡിസ്ക്രൈബ്സ് ദ പൊസിഷൻ ഓർ പ്ലേസ് ഓഫ് എ ഡിജിറ്റ് ഇൻ എ നമ്പർ. നമ്മളൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ആ നമ്പറിൽ ഓരോ ഡിജിറ്റിൻ്റെയും സ്ഥാനം അല്ലെങ്കിൽ പ്ലേസ് എന്താണ് എന്ന് കണ്ടുപിടിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലേസ് വാല്യൂ എന്ന് പറയുക. പ്ലേസ് വാല്യൂ ഡിസ്ക്രൈബ്സ് ദ പൊസിഷൻ ഓർ പ്ലേസ് ഓഫ് എ ഡിജിറ്റ്. കണ്ടോ, പ്ലേസ് ഓഫ് എ ഡിജിറ്റ്, ഒരു ഡിജിറ്റിൻ്റെ സ്ഥാനം. ഇൻ എ നമ്പർ, ഒരു നമ്പർ എഴുതുമ്പോൾ അതിൽ ഓരോ ഡിജിറ്റിൻ്റെയും സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തി എഴുതുകയാണ് ചെയ്യുന്നത്. അതാണ് പ്ലേസ് വാല്യൂ. ദ പൊസിഷൻ സ്റ്റാർട്ട് ഫ്രം എ യൂണിറ്റ് പ്ലേസ് കോൾഡ് വൺസ് പ്ലേസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? വൺസ് പ്ലേസിൽ നിന്നാണ്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് അങ്ങനെയാണ് നമ്മൾ എഴുതി പോവുക. അതാ പറഞ്ഞിരിക്കുന്നത് ദ പൊസിഷൻ സ്റ്റാർട്ട് ഫ്രം എ യൂണിറ്റ് പ്ലേസ് കോൾഡ് വൺസ് പൊസിഷൻ. ഓക്കെ, ഇവിടെ ഞാനൊരു ഡിജിറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്പർ എഴുതിയിട്ടുണ്ട്. ഒരു 2 ഡിജിറ്റ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, 53. 53 എന്ന് പറയുന്നത് 1 ഡിജിറ്റ് നമ്പർ അല്ല, 2 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 3യുടെ പൊസിഷൻ എവിടെയാണ്? 3 എവിടെയാണ്? വൺസിൻ്റെ പ്ലേസിലാണ്. കണ്ടോ, വൺസ് എന്നുള്ളതിനാണ് നമ്മൾ O എന്ന് എഴുതിയിരിക്കുന്നത്. 5ൻ്റെ പ്ലേസ് എവിടെയാണ്? ടെൻസിൻ്റെ സ്ഥാനത്താണ്. കണ്ടോ, അപ്പോൾ 3 വൺസ് പ്ലേസിലും 5 ടെൻസ് പ്ലേസിലുമാണ്. അങ്ങനെയാണെങ്കിൽ 3യുടെയും 5ൻ്റെയും പ്ലേസ് വാല്യൂ എന്ത് എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, 3 എന്ന് പറയുന്ന നമ്പർ വൺസിൻ്റെ പ്ലേസിലാണ് ഇരിക്കുന്നത്. 3 കണ്ടോ, 3 എപ്പോഴും വൺസിൻ്റെ പ്ലേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വൺസിൻ്റെ പ്ലേസിലാവുമ്പോൾ എപ്പോഴും അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 5ൻ്റെ പ്ലേസ് നോക്കിയേ. 5 എവിടെയാണ് ഇരിക്കുന്നത്? 5 ടെൻസിൻ്റെ പ്ലേസിലാണ് ഇരിക്കുന്നത്. 5 ടെൻസിൻ്റെ പ്ലേസിലാണ് അല്ലേ? അപ്പം നമുക്ക് 5 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ടെൻസ് മീൻസ് 50 എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം നോക്കൂ, നമ്മൾ ഈ 2 ഡിജിറ്റിൻ്റെയും പ്ലേസ് വാല്യൂ കണ്ടുപിടിച്ചു. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിജിറ്റ്സിൻ്റെയും സ്ഥാനം, അതാണ് പ്ലേസ് വാല്യൂ. 3 എന്ന് പറയുന്നത് വൺസ് പ്ലേസിലാണ് ഉള്ളത്, അതുകൊണ്ട് 3 തന്നെയായിരിക്കും. വൺസ് പ്ലേസിലുള്ള നമ്പർ എപ്പോഴും അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ 5 ടെൻസിൻ്റെ പ്ലേസിലാണ്. കണ്ടോ, 5 ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ ദാറ്റ് മീൻസ് 5 ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 50. അപ്പോൾ 3യുടെ പ്ലേസ് വാല്യൂ 3 തന്നെ, 5ൻ്റെ പ്ലേസ് വാല്യൂ 50 ആണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അടുത്തൊരു നമ്പർ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു 3 ഡിജിറ്റ് നമ്പറാണ് അല്ലെങ്കിൽ 3 അക്ക സംഖ്യയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കിയേ, 724 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലേസും കൂടെ കൂടി വന്നു. കണ്ടോ, അപ്പോൾ നമ്മൾ ആദ്യം 2 ഡിജിറ്റ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ എത്ര പ്ലേസ് വരും? വൺസ്, ടെൻസ്, അങ്ങനെ 2 പ്ലേസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഡിജിറ്റ് നമ്പർ വന്നു. അപ്പോൾ ഒരു പ്ലേസും കൂടെ കൂടി. ഏതാണ് എക്സ്ട്രാ വന്നത്? 100ൻ്റെ പ്ലേസ്. അപ്പോൾ നോക്കിയേ, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ ഡിജിറ്റിൻ്റെയും പ്ലേസ്, സ്ഥാനം കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ 4 എന്ന് പറയുന്ന നമ്പർ എവിടെയാണ് ഇരിക്കുന്നത്? വൺസിൻ്റെ പ്ലേസിൽ, 2 ടെൻസിൻ്റെ പ്ലേസിൽ, 7 ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ വൺസിൽ നിന്ന് തുടങ്ങാവൂ. നമ്മൾ ഒരിക്കലും ലെഫ്റ്റിൽ നിന്നല്ല വരുന്നത്, റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ പോകണം. അതായത് വൺസിൻ്റെ പ്ലേസിൽ നിന്ന് വേണം നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലേസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഇവിടെ 4 നോക്കിയേ, 4 എവിടെയാണ് ഇരിക്കുന്നത്? 4 വൺസിൻ്റെ പ്ലേസിലാണ് അല്ലേ? വൺസിൻ്റെ പ്ലേസിലായതുകൊണ്ട് തന്നെ 4ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കിക്കേ, 2ൻ്റെ പൊസിഷൻ നോക്കാം. 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എത്രല്ല? 10ലാണ്.
2 10ൻ്റെ പ്ലേസിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 tens മീൻസ് 20. 2 tens എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അടുത്ത നോക്ക് 7. 7 100ൻ്റെ പ്ലേസിലാണ് ഉള്ളത്. 7 എവിടെയാണ്? 100ൻ്റെ പ്ലേസിലാണ്. അതുകൊണ്ട് തന്നെ 7 100ൻ്റെ പ്ലേസിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ പ്ലേസ് വാല്യൂ? 700. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഓരോ ഡിജിറ്റിൻ്റെയും പ്ലേസ്. അപ്പം നമ്മൾ ആദ്യം 4 എന്ന് പറയുന്ന നമ്പർ വൺസിൻ്റെ പ്ലേസിലായതുകൊണ്ട് 4 തന്നെയാണ് അതിൻ്റെ പ്ലേസ് വാല്യൂ. 2 എവിടെയാണ്? ടെൻസിൻ്റെ പ്ലേസിലാണ്. 2 tens മീൻസ് 20. 7 100ൻ്റെ പ്ലേസിലാണ്. ദാറ്റ് മീൻസ് 700. കണ്ടോ, ഓരോ നമ്പറിൻ്റെയും പ്ലേസ് വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയേ, അടുത്തൊരു നമ്പർ കൊടുത്തിരിക്കുന്നത് എത്ര ഡിജിറ്റാണ് വരുന്നത്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. കണ്ടോ, 4 ഡിജിറ്റ് നമ്പറായി. അപ്പം ഒരു പ്ലേസും കൂടെ കൂടി. ഏതാണ് ഇവിടെ എക്സ്ട്രാ വന്നത്? കൂടിയ പ്ലേസ് ഏതാണ്? 1000ൻ്റെ പ്ലേസ് ആണ് വന്നത്. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഓരോ നമ്പർ 9ൻ്റെത് 2, 6 and 3 ഇവ ഓരോ ഡിജിറ്റിൻ്റെയും പ്ലേസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9. 9 ഏത് പ്ലേസിലാണ് ഇരിക്കുന്നത്? 9 വൺസിൻ്റെ പ്ലേസിലല്ലേ? 9 വൺസിൻ്റെ പ്ലേസിലുള്ളത് കൊണ്ട് 9ൻ്റെ പ്ലേസ് വാല്യൂ എത്ര തന്നെയാണ്? 9 തന്നെയാണ്. ഓക്കെ, അടുത്തത് 2. 2 എവിടെയാണുള്ളത്? 2 ടെൻസിൻ്റെ പ്ലേസിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ടെൻസിൻ്റെ പ്ലേസിലായത്. 2 tens എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. ഓക്കെ, അടുത്തത് 6. 6 100ൻ്റെ പ്ലേസിലാണ്. 6 100ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 6 100ൻ്റെ പ്ലേസിലായതുകൊണ്ട് എത്ര വരും പ്ലേസ് വാല്യൂ? 600. ഓക്കെ, അപ്പോൾ ഇനി നോക്കിയേ 3 ഏത് പ്ലേസിലായിരിക്കുന്നത്? 3 1000ൻ്റെ പ്ലേസിലല്ലേ. അപ്പം നമുക്ക് നോക്കാം 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് എത്രയാണ്? എവിടെയാണ് 3 ഉള്ളത്? 1000ൻ്റെ പ്ലേസിലാണ്. 3000ൻ്റെ പ്ലേസിലായതുകൊണ്ട് അതിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 3000. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ നമുക്ക് പഠിക്കാനായിട്ട് പ്ലേസ് വാല്യൂ. അപ്പോൾ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഇപ്പം 3629 എന്ന് പറയുന്ന നമ്പർ, ആ നമ്പറിൽ 9ൻ്റെ പ്ലേസ് എവിടെ? അല്ലെ 9ൻ്റെ സ്ഥാനം എവിടെ? 2ൻ്റെ സ്ഥാനം എവിടെ? 6ൻ്റെ സ്ഥാനം എവിടെ? 3യുടെ സ്ഥാനം എവിടെ? ഇതാണ് നമ്മൾ കണ്ടെത്തി എഴുതുന്നത്. അതാണ് പ്ലേസ് വാല്യൂ. ഇപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്ന് വിശ്വസിക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒന്നുകൂടെ പറഞ്ഞു തരാം. 9ൻ്റെ പ്ലേസ്, 9 എവിടെയാണ്? വൺസിൻ്റെ പ്ലേസിലായതുകൊണ്ടാണ് നമ്മൾ 9 എന്ന് തന്നെ എഴുതി വെച്ചത്. 2 ടെൻസിൻ്റെ പ്ലേസിലാണ്. 2 tens എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. 6 എന്ന് പറയുന്ന നമ്പർ 100ൻ്റെ പ്ലേസിലാണ്, അതായത് 600. 3യോ 1000ൻ്റെ പ്ലേസിലായതുകൊണ്ട് എത്രയായിരിക്കും അതിൻ്റെ പ്ലേസ് വാല്യൂ? 3000. ഓക്കെ, അപ്പം അത്രയാണ് നമ്മൾ പ്ലേസ് വാല്യൂ. അപ്പോൾ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? തന്നിരിക്കുന്ന നമ്പറിൽ ഓരോ ഡിജിറ്റും ഏത് പ്ലേസിലാണ്, അതിൻ്റെ സ്ഥാനം ഏതാണ് അല്ലെ എന്താണ് നമ്മൾ കണ്ടെത്തി എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലേസ് വാല്യൂ എന്ന് പറയുക. ഓക്കെ, ഇനിയും അതിൻ്റെ അടുത്ത സെക്ഷൻ എന്താണ്? ഫേസ് വാല്യൂ. കണ്ടോ, അപ്പോൾ ഇനി ഫേസ് വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഈസ് സിംപ്ലി ദ ഡിജിറ്റ് ഇറ്റ് സെൽഫ്. കേട്ടോ, പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പർ തന്നെയാണ് നമ്മൾ എഴുതുന്നത്, ഇറ്റ് സെൽഫ്. നോക്കിയേ, ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഈസ് സിംപ്ലി ദ ഡിജിറ്റ് ഇറ്റ് സെൽഫ്. ഒരു നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പ്ലേസ് വാല്യൂൻ്റെ കൂട്ടം നമ്മൾ പ്ലേസ് നോക്കി എഴുതൊന്നും വേണ്ട. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. എത്രയാണ്? 39 എന്ന് പറയുന്ന നമ്പറാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്ലേസ് വാല്യൂ അല്ല, ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ ഓഫ് എ നമ്പർ എന്ന് ഒരു നമ്പറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആ നമ്പർ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 എന്ന് പറയുന്ന ഡിജിറ്റ് ഉണ്ട്, 3 എന്ന് പറയുന്ന ഡിജിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെ പൊസിഷൻ എവിടെ? 9 വൺസിൻ്റെ പ്ലേസിലും 3 ടെൻസിൻ്റെ പ്ലേസിലുമാണ്. പക്ഷേ ഫേസ് വാല്യൂ നമുക്ക് നോക്കുമ്പം ഇത്രയൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നോക്കൂ, 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ
ഫേസ് വാല്യൂ എത്ര തന്നെ ആയിരിക്കും? 9 തന്നെ ആയിരിക്കും. ഫേസ് വാല്യൂ എന്നുള്ളതിന് നമുക്ക് ഷോർട്ട് ഫോമായിട്ട് FV എന്ന് വേണേൽ കൊടുക്കാം കേട്ടോ. അപ്പം 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫേസ് വാല്യൂ 9 തന്നെയാണ്. അപ്പം 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫേസ് വാല്യൂയോ? 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫേസ് വാല്യൂ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. എന്തുകൊണ്ടാ? ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഈസ് ദ ഡിജിറ്റ് ഇറ്റ്സെൽഫ്. ഒരു നമ്പറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. അതുകൊണ്ടാണ് 9ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 9 തന്നെ എഴുതിയത്. 3യുടെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര തന്നെയാണ്? 3 തന്നെയല്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു 3 ഡിജിറ്റ് നമ്പർ നോക്കിയേ. ഇവിടെ 3 ഡിജിറ്റ് നമ്പറാണ് 671. അപ്പോൾ 1ൻ്റെ പ്ലേസ് 1ൽ തന്നെയാണ്. 7ൻ്റെ പ്ലേസ് ടെൻസിൻ്റെ സ്ഥലത്താണ്. 6 എവിടെയാണ്? 100ൻ്റെ പ്ലേസിലാണ് ഉള്ളത് അല്ലേ? അപ്പം നമുക്ക് ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഫേസ് വാല്യൂ എന്ന് പറയുമ്പം ആ നമ്പർ തന്നെയാണ്. അപ്പം 1ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 7ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 7 തന്നെയാണ്. 6ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്. എളുപ്പമല്ലേ? ഫേസ് വാല്യൂ നമുക്ക് എളുപ്പം എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു 4 ഡിജിറ്റ് നമ്പറാണ് 6201 അല്ലേ? 6201 ആണ്. അപ്പം ഇതിൻ്റെ ഫേസ് വാല്യൂ നമുക്ക് ഈസി ആയിട്ട് എഴുതാമല്ലോ. അപ്പം നോക്കൂ, 1ൻ്റെ ഫേസ് വാല്യൂ 1 തന്നെയാണ് അല്ലേ? 0യുടെ ഫേസ് വാല്യൂ 0 തന്നെയാണ്. അപ്പം 2ൻ്റെ ഫേസ് വാല്യൂയോ? 2ൻ്റെ ഫേസ് വാല്യൂ 2 തന്നെയാണ്. 6ൻ്റെ ഫേസ് വാല്യൂ 6 തന്നെയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പം ആ നമ്പർ തന്നെയാണ്. പക്ഷേ പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അത് ഏത് പൊസിഷനിലാണ് ഉള്ളത് അതിനനുസരിച്ച് നമ്മളതിൻ്റെ മൂല്യം എഴുതി വെക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഹെഡിങ് ഒന്ന് വായിച്ച് നോക്കിയേ. റൈറ്റ് ദ പ്ലേസ് വാല്യൂ. നമ്മൾ പറഞ്ഞ ഫേസ് വാല്യൂവിന് നമുക്ക് FV എന്ന് കൊടുക്കാമെങ്കിൽ പ്ലേസ് വാല്യൂവിന് നമുക്ക് എന്ത് കൊടുക്കാം? PV. പ്ലേസിൻ്റെ Pയും വാല്യൂ എന്നുള്ളതിൻ്റെ Vയും ചേർത്ത് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? റൈറ്റ് ദ പ്ലേസ് വാല്യൂ ഓഫ് അണ്ടർലൈൻഡ് നമ്പർ. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള നമ്പർ ഉണ്ട് അല്ലേ? ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ എന്തെഴുതണം? പ്ലേസ് വാല്യൂ ആണ് എഴുതേണ്ടത്. രണ്ടും കൂടെ തെറ്റിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 47 എന്നാണ്. 47 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എഴുതണം. പ്ലേസ് വാല്യൂ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം അവിടെ എന്ത് എഴുതി വെക്കണം? അതിൻ്റെ പ്ലേസ് അവിടെ നമ്മൾ എഴുതി വെക്കണം. ഇപ്പോൾ ഇവിടെ 7 ഏത് സ്ഥലത്തായിരിക്കുന്നത്? 7 വൺസിൻ്റെ പ്ലേസിലും 4 ടെൻസിൻ്റെ പ്ലേസിലുമാണ് ഉള്ളത് ഇല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് വാല്യൂ എഴുതാം. 7 എവിടെയാണുള്ളത്? വൺസിൻ്റെ പ്ലേസിലാണ്. അതുകൊണ്ട് 7ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 7 തന്നെയാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, 4 എവിടെയാണുള്ളത്? ടെൻസിൻ്റെ പ്ലേസിലാണ്. 4 ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 4 ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 40 എന്നാണ് വരിക. അപ്പം നമ്മളിവിടെ പ്ലേസ് വാല്യൂ കണ്ടുപിടിച്ചു. 7ൻ്റെ പ്ലേസ് വാല്യൂ എന്തുകൊണ്ടാണ് 7ൻ്റെ പ്ലേസ് വാല്യൂ 7 തന്നെ ആയത്? 7 വൺസ് പ്ലേസ്, വൺസ് ആണ്, ഒറ്റ ഒരു ഡിജിറ്റേ ഉള്ളൂ അല്ലേ? അപ്പം 7 തന്നെ എഴുതണം നമ്മൾ. 4ൻ്റെ പ്ലേസ് ടെൻസിലായതുകൊണ്ട് 4 ടെൻസ് ആണ്. 4 ടെൻസ് മീൻസ് 40. ഓക്കെ, അടുത്ത നമ്പർ നോക്കാം. 921 ആണ് ഇല്ലേ? 921. ഇവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന നമ്പർ ഏതാണ്? 2 ആണ്. അപ്പം നമുക്ക് ഇവിടെ 4ൻ്റെ പ്ലേസ് വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പം 7ഉം കൂടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ കാണണ്ടേ. ഇവിടെ 4ൻ്റെ ആണ്, നമ്മൾ 4 ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. സോ 4ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 4 ഏത് പ്ലേസിലാണ്? ടെൻസിൻ്റെ പ്ലേസിലാണ്. സോ 410 മീൻസ് 40. ഇവിടെ നോക്കൂ, 921 അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ ആരുടെ പ്ലേസ് വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്? 2 എന്ന് പറയുന്ന ഡിജിറ്റിൻ്റെയാണ്. അപ്പോൾ പ്ലേസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് എഴുതണം? അതിൻ്റെ പ്ലേസ് എഴുതി വെക്കണം. ഓക്കെ, 1 വൺസിൻ്റെ പ്ലേസിലാണ്. 2 എവിടെയാണ്? ടെൻസിൻ്റെ പ്ലേസിലാണ്. 9 100ൻ്റെ പ്ലേസിലാണ്. ഓക്കെ, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടേത് മാത്രം മതി? 2ൻ്റെ മാത്രം പ്ലേസ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്കൂ, 2 എവിടെയാണുള്ളത്? 2 ടെൻസിൻ്റെ പ്ലേസിലാണ്. 2 എവിടെയാണ്? ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 2 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അർത്ഥം? 20 എന്നാണ് അർത്ഥം. കണ്ടോ? അപ്പോൾ നമ്മൾ 2ൻ്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിച്ചില്ലേ? 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 20 ആണ്. എന്തുകൊണ്ടാണ്?
2 ഏത് പ്ലേസിലാണ്? ടെൻസിൻ്റെ പ്ലേസിലാണുള്ളത്. ഓക്കെ, ഇതും പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഡിജിറ്റ് നമ്പറാണ് അല്ലേ, 2715 എന്ന നമ്പറാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? 1ൻ്റെ പ്ലേസ് വാല്യൂ ആണ്. ഓക്കെ, 1ൻ്റെ പ്ലേസ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ 1ൻ്റെ പൊസിഷൻ നമ്മൾ എഴുതി കൊടുക്കണം അല്ലേ. ഇതിൻ്റെ കംപ്ലീറ്റ് അങ്ങ് എഴുതുക, എന്നിട്ട് 1ൻ്റെ മാത്രം നമ്മൾ എടുത്തെഴുതിയാൽ മതി. ഇപ്പോൾ 5 എന്ന് പറഞ്ഞത് എവിടെയാണ്? 1സിൻ്റെ പ്ലേസിൽ, 1 10സിൻ്റെ പ്ലേസിൽ, പിന്നെ 7 എവിടെയാണ്? 100ൻ്റെ പ്ലേസിൽ, 2 എവിടെയാണ്? 1000ൻ്റെ പ്ലേസിൽ. കണ്ടോ? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെ പ്ലേസ് വാല്യൂ ആണ്? 1ൻ്റെ പ്ലേസ് വാല്യൂ ആണ്. 1 ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്? 10ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 1 10 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 10 തന്നെയാണ്. അപ്പോൾ 1ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എഴുതുന്ന എന്തിനാ? ഓരോന്നിൻ്റെയും പ്ലേസ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. ഏതാണോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ആ നമ്പറിൻ്റെ മാത്രം നമ്മളിവിടെ പ്ലേസ് വാല്യൂ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് 10 ആയതുകൊണ്ട് അതിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇനി നമ്മൾ അതേപോലെ തന്നെ റൈറ്റ് ദ ഫേസ് വാല്യൂ ഓഫ് ദ അണ്ടർലൈൻ നമ്പർ. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ ഫേസ് വാല്യൂ എഴുതാനാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഈസ് ദ ഡിജിറ്റ് ഇറ്റ്സെൽഫ്. ഒരു ഡിജിറ്റിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ ഡിജിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ആ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എഴുതാം. ഇവിടെ 6ൻ്റെ ഫേസ് വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിവിടെ മുകളിലെ 1സും 10സും എഴുതിയില്ലെങ്കിലും പ്ലേസ് വാല്യൂ നമുക്ക് വേഗം കണ്ടുപിടിക്കാം. അപ്പോൾ 6 ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് അന്ന് നമുക്ക് ഫേസ് വാല്യൂ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ പൊസിഷൻ എഴുതി വെക്കുന്നതുകൊണ്ട് നമുക്കൊന്നുകൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 6ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. ഒരു നമ്പറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, ഏതിൻ്റെയാണ് ഫേസ് വാല്യൂ എഴുതേണ്ടത്? 5. ആക്ച്വലി 5 എവിടെയാണ്? 1s 10s 100ൻ്റെ പ്ലേസിലാണ് ഇല്ലേ. പക്ഷേ നമുക്ക് എന്താണ് എഴുതേണ്ടതെന്നുള്ള ഓർമ്മ വേണം. ഫേസ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ 5ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അടുത്ത നമ്പർ നോക്കാം. ഇവിടെ 742 എന്ന് പറയുന്ന നമ്പറാണ് അല്ലേ. ഇവിടെ നമുക്ക് ഫേസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഏത് നമ്പറിൻ്റെയാണ് ഫേസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫേസ് വാല്യൂ. ഏത് നമ്പറിൻ്റെയാണ്? 4ൻ്റെ ഫേസ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 4 ശരിക്കും പറഞ്ഞാൽ ഏത് പ്ലേസിലാണ്? 1s 10s 10സിൻ്റെ പ്ലേസിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്ലേസ് വാല്യൂ നമ്മൾ എഴുതുവാണെങ്കിൽ നമ്മൾ അവിടെ എഴുതി തന്നെ കൊടുത്തേ എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ 4ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ആയിരിക്കും? 4ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 4 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത നമ്പർ നോക്കിയേ, 9203 അല്ലേ. എത്ര നമ്പർ? 9203. നമുക്ക് ഏത് നമ്പറിൻ്റെ അല്ലെങ്കിൽ ഏത് ഡിജിറ്റിൻ്റെ ഫേസ് വാല്യൂ ആണ് എഴുതേണ്ടത്? നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന നമ്പർ ഏതാണ്? 9. 9ൻ്റെ ഫേസ് വാല്യൂ എഴുതണം. ആക്ച്വലി 9 ഏത് പ്ലേസിലാണ്? 1s 10s 100s 1000s. 9 1000ൻ്റെ പ്ലേസിലാണ് ഇരിക്കുന്നത്. നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഫേസ് വാല്യൂ ആണ് അല്ലേ. അപ്പം 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫേസ് വാല്യൂ എന്ത് തന്നെയാണ്? 9 തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഒരു നമ്പറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ 9ൻ്റെ ഫേസ് വാല്യൂ 9 എന്നും 4ൻ്റെ ഫേസ് വാല്യൂ 4 എന്നും എഴുതിയത്. ഓക്കെ, അപ്പം നമ്മളിന്ന് 2 കാര്യങ്ങളാണ് പഠിച്ചത്. പ്ലേസ് വാല്യൂ എന്താണ്, ഫേസ് വാല്യൂ എന്താണ്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു നമ്പർ എഴുതുമ്പോൾ ഒരു 2 ഡിജിറ്റ് ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ഡിജിറ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളൊരു നമ്പർ എഴുതുമ്പോൾ അതിലെ ഓരോ ഡിജിറ്റിൻ്റെയും സ്ഥാനം എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മൾ എന്ത് പ്ലേസ് വാല്യൂ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്പർ തന്നെയായിരിക്കും. ഒരു നമ്പറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പർ തന്നെയായിരിക്കും. ദ ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഡെഫിനിഷൻ പഠിച്ചതിന് ശേഷം മക്കളെല്ലാവരും ഈ എക്സാമ്പിൾസ് എഴുതി നോക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ തനിയെ പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂവും എഴുതി നോക്കണം ഒരു പേപ്പറിൽ. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വരും വരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.